ഹായ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് പിത്തപ്രകൃതിക്കാരായിട്ടുള്ളവർക്ക് അവരുടെ പിത്തത്തെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. അതിനു മുന്നേ എന്തായിരുന്നു പിത്തപ്രകൃതി? എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരെ ദയവ് ചെയ്തത് കാണുക. കാര്യം അത് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു റൂമിലേക്ക് കയറുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, ഭയങ്കര ചൂട്. ആ റൂമിൽ AC ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും തണുപ്പ് തോന്നുന്നുണ്ട്, നമുക്ക് മാത്രം തണുപ്പ് തോന്നുന്നില്ല. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇത്. ഇനി രണ്ടാമത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം, അതുപോലെ തന്നെ ഒരു സങ്കടം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കയറി വരും, ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ. ഇനിയും പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒന്നുകിൽ ആസിഡിറ്റി അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രോബ്ലം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ വരുന്നത് പിത്തപ്രകൃതി എന്ന ഗണത്തിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പിത്തത്തെ പരിധിയിൽ വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പിത്തം എന്ന് പറയുമ്പം? പിത്തം എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ അതിനകത്ത് അഗ്നിയുടെ അംശവും ജലത്തിൻ്റെ അംശവും ഉണ്ട്. ഇനി നമ്മുടെ ശരീരത്തിനകത്ത് ദഹന പചന വ്യവസ്ഥ ഇതൊക്കെ നോക്കുന്ന ആരാണ്? പിത്തമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നല്ല തെളിഞ്ഞ ഒരു ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിരിക്കും. ഓക്കെ, അതിന് പ്രത്യേകിച്ച് നമുക്ക് എക്സ്റ്റേണലി ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആയിരിക്കും. പിന്നെ എന്താണ്, നമുക്ക് ശരിയായ രീതിയിലുള്ളൊരു ദഹനവും പചനവും ഒക്കെ നടക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ട് കേട്ടോ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ. ഒന്ന് നമ്മൾ ഈ പല പല ഫുഡ് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ സമയം കളയാതെ ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ശരീരത്തിന് ചൂട് ഭയങ്കര കൂടി നിൽക്കുകയല്ലേ. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഇത് പ്രകാരം എന്താണ് പറയുന്നത്? ഒരു ഗുണത്തിൻ്റെ എതിരായിട്ടുള്ള ഗുണം നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ കൂളായിട്ടുള്ള ആഹാര വിഹാരങ്ങളിലേക്ക് പോകണം. ഈ കൂള് കേൾക്കുമ്പോൾ മനസ്സിലൊരു പൊട്ടണ്ട. കൂളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല. ഓക്കെ, കൂളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കുറച്ച് വേവിച്ചിട്ട് ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഈ വെജിറ്റബിൾസിനകത്തൊക്കെ തന്നെ ആയാലും അതായത് നമ്മുടെ എപ്പോഴും പറയുന്നത് സ്വാദ് തിക്ത കഷായ രസമുള്ള ആഹാരങ്ങളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ഞാൻ ഈ പിത്തപ്രകൃതിക്കാരിൽ കാണാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. മധുരം ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും അല്ലേ. ചിലർ പറയും എരിവും പുളിയും ഉപ്പും ഇല്ലാതെ എന്താഹാരം. പക്ഷേ ഈ എരിവും പുളിയും ഉപ്പും ഇല്ലാതെ എന്താഹാരം എന്ന് ചോദിക്കുന്നത് 90% പേരും പിത്തപ്രകൃതിക്കാരായിരിക്കും. അപ്പോൾ ഒരുപാട് എരിവും പുളിയും കഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ നല്ല താറുമാറാവും. ആസിഡിറ്റി വരും, നെഞ്ചരിച്ചിൽ വരും, അൾസർ വരും. ഓക്കെ, പിന്നെ അതിന് നമ്മൾ ചികിത്സിക്കാൻ ഓടി ഓടി നടക്കേണ്ടി വരും. അതാണ് മെയിൻ കാര്യം. അപ്പം നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ, വെള്ളരിക്ക, അതുപോലെ തന്നെ കുമ്പളങ്ങ, അങ്ങനത്തെ അറിയാലോ, നമുക്ക് ബോഡിക്ക് കൂളിംഗ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ എന്തായാലും ആഹാരത്തെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ഒരുപാട് പേര് പറയാറുണ്ട് അച്ചാറില്ലാതെ ഫുഡ് ഇറങ്ങില്ല, എരിവും പുളിയില്ലാതെ ഫുഡ് ഇറങ്ങില്ല. ദയവേത് അങ്ങനെയൊന്നും നിങ്ങൾ വാശി പിടിക്കരുത്. കഴിക്കാം, വല്ലപ്പോഴും കഴിക്കാം. പക്ഷെ സ്ഥിരമായിട്ട് അത് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കയറി കൂടും. അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് പുറത്തായാലും റിഫ്ലക്റ്റ് ആവുക. എല്ലാവരും ഒരുപാട് ക്രീംസിൻ്റെയും എണ്ണയുടെയും ഒക്കെ പുറകെ ആയിരിക്കും അല്ലേ. ആരെങ്കിലും നമ്മുടെ ആഹാരത്തിൽ മാറ്റം വരുത്തുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ആയാലും നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന സപ്ലിമെൻറ്റ്സിനും അതിനും ഇതിനും പിന്നാലെ പോവും. എന്നിട്ടും വല്ല റിസൾട്ട് ഉണ്ടോ? ഒരു റിസൾട്ടും ഇല്ല. ഇങ്ങനെയാണ് ഒരുപാട് പേര് ഡോക്ടർമാരെ കാണാൻ വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ നല്ല കൂളായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആഹാരങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നമ്മൾ ജീവിതചര്യയിൽ, ദിനചര്യയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി നമ്മൾ നേരത്തെ കിടക്കുക, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കുക. അപ്പം നിങ്ങളിൽ പലരും വർക്കഹോളിക്സ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? 2 മണിക്കും 3 മണിക്കൊക്കെ കിടന്നിട്ട് 8 മണിക്കും 9 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹീറ്റ് എങ്ങനെ ഉണ്ടാവും? സ്ഥിരമായിട്ട് 8 മണിക്കും 9 മണിക്കും എഴുന്നേൽക്കുന്നവരെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ, നമുക്ക് തന്നെ മനസ്സിലാവും. അവർ തന്നെ പറയും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതെന്താ ഭയങ്കര റഷ് മോഡായിരിക്കും അല്ലേ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡായിരിക്കും. അങ്ങനത്തെ കാര്യം ചെയ്യരുത്. രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേക്കുക. കഴിയുവാണെങ്കിൽ ഒരു 5 മണി 5:30 ഒരു സമയത്തെങ്കിലും എഴുന്നേക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റിയാണ്
നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ എനർജി ലെവൽ ഡിസൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക, ലഘുവായ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. പിത്തക്കാരല്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇത് ചെയ്യാം, എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഭയങ്കരമായിട്ട് വേർക്കുന്ന വരെയുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കുറേ കൂടെ കൺട്രോൾ ചെയ്യേണ്ടത് ഭയങ്കര ഒരു അത്യാവശ്യം. ഒരുപാട് ബുദ്ധിയും കഴിവുകളും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലായാലും നമുക്കത് വെച്ചിട്ട് പല ടൈപ്പ് ആളുകളാണ് ഡീൽ ചെയ്യേണ്ടി വരിക, അല്ലേ? ഇപ്പം ചിലരൊക്കെ ഒരു ഇപ്പം തർക്ക വിഷയമായിട്ടായിരിക്കാം നമുക്ക് ബന്ധപ്പെടേണ്ടി വരിക, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇതൊക്കെ നമ്മളൊരു നട്ടപ്പാതിര സമയത്ത് ഒരു ഈവനിങ് ടൈമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിത്തക്കാർക്ക് എങ്ങനെയുണ്ടാവും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മളുടെ തലമണ്ടയും നമ്മുടെ എനർജിയും കൂടുതൽ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ വക കാര്യങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ, ഉച്ച കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഈവനിങ് ടൈമിൽ ദയവ് ചെയ്ത് ഇതൊന്നും നമ്മൾ എടുക്കാതെ ഇരിക്കുക. മറിച്ച് രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള കുറച്ച് സമയം എടുത്താൽ കൂടെ കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ അതെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലി ചെയ്യുന്ന പരിസരം ഇവിടെയൊക്കെ നമ്മൾ മാക്സിമം ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വീടിനടുത്ത് ഇപ്പം ബീച്ചോ അങ്ങനെയെങ്കിലും ലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നിൽക്കുകയാണെങ്കിലും അത് നമുക്ക് ബോഡിക്കൊരു മൈൻഡിനൊരു ഭയങ്കര കുളിർമയും ബോഡിക്കൊരു നല്ല കൂളിംഗ് സെൻസേഷനും ഒക്കെ ഈ പിത്തക്കാർക്ക് നല്ല രീതിയിൽ അത് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഈവനിങ് ടൈം, അതായത് ഈവനിങ് ടൈം നമ്മൾ എങ്ങനെ ചിലവാക്കണം? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും പറയും രാവിലെ സമയമില്ല എക്സസൈസ് ചെയ്യാൻ, ഈവനിങ് ആവട്ടെ ഞാൻ പോയി എക്സസൈസ് ചെയ്യാം. ഈവനിങ് നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും, ഉറങ്ങാൻ പറ്റത്തില്ല. അതൊന്ന് മെയിൻ തിങ്. എക്സസൈസ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നറിയോ? എക്സസൈസ് പറഞ്ഞാൽ നമ്മുടെ മൈൻഡും ബോഡിയും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബോഡിക്ക് വേണ്ടി മാത്രമല്ല, മൈൻഡ് ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഈവനിങ് ടൈമിൽ നമ്മൾ നടക്കാം. വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു പ്രകൃതിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുന്നത് ഭയങ്കര നല്ലതാണ്. വീടിനടുത്തൊരു ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുന്നത് നല്ലതാണ്. പിന്നെ ബുക്സ് വായിക്കുക. എനിക്കറിയാം, പ്രത്യേകിച്ചും പിത്തപ്രകൃതിക്കായിട്ടുള്ള ആളുകൾക്ക് പലർക്കും പല ഹോബി ആയിരിക്കും. പക്ഷെ ബുക്സ് വായിക്കുന്നവരുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏതെങ്കിലും സൂതിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്, നല്ല ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുക, അതൊക്കെ നമുക്ക് ഉറങ്ങാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ശരി, അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് കയറാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സ്ട്രെസ്സ് നല്ല രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈവനിങ് സമയത്ത് പലരും ചോദിക്കാറ്, അപ്പോൾ ഈവനിങ് സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈവനിങ് സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ശീതളി പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുമ്പം അത് നമ്മുടെ ബോഡി ഭയങ്കര കൂളിംഗ് ആക്കിയിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ടൈപ്പ് നമ്മൾ പ്രാണായാമ എക്സസൈസസ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മൈൻഡ് കുറേ കൂടെ റിലാക്സ്ഡ് ആവും. അതെ, മൈൻഡ് റിലാക്സ് ആക്കി വെക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. കാര്യം പിത്തപ്രകൃതിക്കാർ ഒരുപാട് കഴിവുള്ളവരായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ഓവർ ഹീറ്റഡ് ആവും. ഓവർ ഹീറ്റായി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ബേൺ ഔട്ട് എന്ന ഘട്ടത്തിലേക്ക് എത്തും. അതായത് നമ്മൾ ഒരുമാതിരി ഡ്രെയിൻഡ് ആയിട്ട് പലരും പറയാറില്ലേ, വീടും ഓഫീസും ഒരുപോലെയാണ്. വീടും ഓഫീസും ഒരുപോലെയല്ല ശരിക്കും പറഞ്ഞാൽ. വീടും ഓഫീസും രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫ് നമ്മൾ എന്തായാലും ജീവിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, അത് പിത്തക്കാർ എപ്പോഴും മനസ്സിലാലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ കഴിവില്ലാത്തവരല്ല, നിങ്ങൾ കഴിവുള്ളവരാണ്. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒന്ന് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ആരോഗ്യം വേണ്ടേ? ആരോഗ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിത്തക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ഇനി നാലാമത്തെ കാര്യം എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം തണുക്കുന്ന രീതിയിലുള്ള ഹെർബ്സ് ഉണ്ട്. ഹെർബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമുക്ക് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിറ്റമൃത് നല്ലതാണ്, രാമച്ചൻ നല്ലതാണ്, ബ്രഹ്മി നല്ലതാണ്. ഓക്കെ, പിന്നെ നെല്ലിക്കയൊക്കെ നല്ലതാണ്. അപ്പം നെല്ലിക്കയൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ട് ഒന്ന് വിറ്റാമിൻ സി, അതിന് രസായനമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ബോഡി തണുക്കാൻ നല്ലതാണ്. രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ്, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ്. അതായത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാനൊരു 2 മഗ് കോഫി കുടിച്ചാലേ എൻ്റെ ദിവസം ശരിയാവുള്ളൂ, ടീ കുടിച്ചാലേ എൻ്റെ ഒരു ദിവസം ശരിയാവുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ഒന്നെങ്കിൽ നമ്മൾ ജീരകം തിളപ്പിച്ച വെള്ളം കുടിക്കാം,
അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ ഹെർബൽ ടീ പലതും അവൈലബിൾ ആണല്ലോ ഈ പറഞ്ഞോട്ട്. അതിൻ്റെ മിൻറ്റ്, റോസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെർബൽ ടീസ് ഒക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ശതാവരിയും നല്ലതാണ്. ശതാവരി എന്തുകൊണ്ടാണ് നല്ലതെന്നറിയോ? ഹോർമോൺ ഇംബാലൻസ് വരും. ഡെഫിനറ്റ് ആയിട്ടും പിത്തക്കാർക്കും വരും, എല്ലാവർക്കും വരുന്ന കാര്യമാണ് ഹോർമോൺ ഇംബാലൻസ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ശതാവരിയൊക്കെ നമ്മൾ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ രാമച്ചെട്ട് തിളപ്പിച്ച വെള്ളം എന്തിനാണ്? അത് നമ്മുടെ ബോഡി കൂൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ബ്രഹ്മിയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ തലയിൽ തേക്കുന്ന എണ്ണ, ഓക്കെ, മലയാളീസിന് പിന്നെ തലയിൽ തേക്കുന്ന എണ്ണ വിട്ടൊരു കളി ഇല്ലല്ലോ. ഓക്കെ, പക്ഷെ ഒരുപാട് കൂളിംഗ് ആയി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? എല്ലാവരുടെ ശരീരം താങ്ങത്തില്ല. കഫക്കെട്ട്, നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിലുണ്ടല്ലോ പെട്ടെന്നായിരിക്കും അവർക്ക് പണി കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് കൂളിംഗ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കരുത്. അങ്ങനെ അല്ലാത്തവർക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അപ്പം നമുക്ക് ബ്രഹ്മിയോ നീലഭൃങ്ങാതിയോ അങ്ങനത്തെയുള്ള എണ്ണകൾ അവരുടെ ശരീരത്തിന് സ്യൂട്ട് ആവുമെങ്കിൽ അതൊക്കെ തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ 4ാമത്തെ കാര്യം എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് 5ാമത്തതിലേക്ക് പോയാലോ? സ്കിന്നൊരു ഭയങ്കര പ്രശ്നമാണ് പിത്തപ്രകൃതിക്കാർക്ക്. അപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നം എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാ ചൊറിച്ചിൽ വരികയെന്ന് അറിയില്ല, എപ്പോഴാ സ്കിൻ ഇൻഫെക്ഷൻ വരികയെന്ന് അറിയില്ല, ഏത് മേക്കപ്പ് പ്രോഡക്റ്റാണ് എനിക്ക് പണി തരാമെന്ന് അറിയില്ല. ഈ കാറ്റഗറിയിൽപ്പെട്ടവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പിത്തപ്രകൃതിയാകുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല തേങ്ങയെണ്ണയില്ലേ അത് ദേഹത്തൊക്കെ നന്നായിട്ട് തേച്ചിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് കുളിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് തേങ്ങയെണ്ണ എന്ന് പറഞ്ഞാൽ, തേങ്ങയെണ്ണയ്ക്ക് കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വയർപ്പൊക്കെ നമ്മുടെ വെളിയിലേക്ക് പോവില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ചാനൽസിനെയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് മാത്രമല്ല, അത് ഉള്ളിലേക്ക് പോയിട്ട് സ്കിന്നുള്ളിലേക്ക് പോയിട്ട് ബോഡിക്ക് കൂളിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തരാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എണ്ണയിട്ടൊക്കെ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കാതിൻ്റെ ബാക്കിൽ നമ്മൾ മസാജ് ചെയ്യണം, ഉള്ളം കാലിൽ നമ്മൾ മസാജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഉറക്കം, കണ്ണിന് നല്ലൊരു കുളിർമ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഓക്കെ, പൊതുവേ ഞാൻ വലിയ വലിയ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ നേരം എനിക്കൊരു മടിയുണ്ടായിരുന്നു, ഇത്രയും കുഞ്ഞു കാര്യങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യണോ? പക്ഷേ ഇത്രയും കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾക്ക് കാണാനും എളുപ്പമാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഫോളോ ചെയ്യുക. ആ 5 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ 5 കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് എങ്ങനെയത് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടായി എന്ന് പറയണം, പ്രത്യേകിച്ചും പിത്തപ്രകൃതിക്കാർ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു ഫോർ ലിസണിങ് മീ ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.